ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട ദോശയാണേ. പാൻ ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് സോഡയും ഉപ്പൊക്കെ ഇട്ട് വെച്ചേക്കുന്ന മാവ് നമുക്ക് 2 തവി ഒഴിച്ചു കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോഴത്തേക്കും അതിലേക്കൊരു മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. പൊതുവേ ഞാൻ ഈ ബുൾസ ഒന്നും കഴിക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് മുട്ടയുടെ ഉണ്ണി ഞാൻ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബുൾസ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള, പിന്നെ കുറച്ച് തക്കാളി, പച്ചമുളക്, മല്ലിയില, പിന്നെ സ്പൈസസ് ആയിട്ട് ഞാൻ ആഡ് ചെയ്തേക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് സാമ്പാർ പൊടി. ഞാൻ മിക്കുള്ളതിൽ സാമ്പാർ പൊടി ചേർക്കാറുണ്ട്. എനിക്കത് സാമ്പാർ പൊടിയുടെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. എന്നിട്ട് ഇതിനെ ഒന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ദോശയുടെ അടിഭാഗമൊക്കെ കുറച്ച് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് വേവിക്കാം. വീണ്ടും ഒന്ന് 2 മിനിറ്റത്തേക്ക് അടച്ചു വെക്കാം. ഞാനാണ് ഈ ബുൾസ, ഹാഫ് ബോയിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കില്ല. അപ്പോൾ എനിക്കതുകൊണ്ട് മുട്ട നല്ലതായിട്ട് കുക്ക് ചെയ്തെങ്കിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊന്ന് തിരിച്ച് മറിച്ചിട്ട് ഫോർക്ക് കൊണ്ടൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കഴിക്കാം.